എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കൊടുവായൂരിൻ്റെ മണ്ണിൽ ഒരു 2 മാസം ഞാൻ എൻ്റെ സിനിമയുടെ ഷൂട്ടുമായി ബന്ധപ്പെട്ട് മുമ്പുണ്ടായിരുന്നു. പിന്നീട് ഇങ്ങനൊരവസരത്തിൽ ഈ വേദിയിൽ ഒരു വിശിഷ്ടാതിഥിയായി പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള സ്നേഹം ആദ്യം അറിയിക്കുകയാണ്. വേദിയിൽ സന്നിധരായിരിക്കുന്ന യോഗത്തിൻ്റെ അധ്യക്ഷൻ, വേദിയിൽ സന്നിധരായിരിക്കുന്ന മറ്റു ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സംഘപ്രവർത്തകരെ, ഈ നാട്ടിലെ ഹൈന്ദവ മത വിശ്വാസികളെ, അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ നമസ്തേ സദാ വത്സലേ മാതൃഭൂമി. എൻ്റെ ഭാരതം, ശങ്കരൻ്റെ ഭാരതം, കപിലൻ്റെ ഭാരതം, കണ്ണാഥൻ്റെ ഭാരതം, കാളിദാസൻ്റെ ഭാരതം, ഭഗവാൻ ശ്രീരാമന് ജന്മം നൽകിയ ഭാരതം, ശ്രീകൃഷ്ണന് ജന്മം നൽകിയ ഭാരതം, ലോകത്തിന് മുന്നിൽ ആത്മീയമായ അറിവുകൾ നൽകിയ ഭാരതം, ലോകത്തിന് മുന്നിൽ സംസ്കാരത്തിൻ്റെ മഹിമ ഉയർത്തിപ്പിടിച്ച ഭാരതം. അടിസ്ഥാനപരമായി ഒരു ഭാരത പൗരനാണ് എന്നതിൽ ഞാൻ അഭിമാനിക്കാനുള്ള കാരണം കുറച്ചുനാൾ ഒരു RSSന്റെ മുഖ്യ ശിഷ്യനായി ഇരുന്നത് കൊണ്ടാവാം. മറ്റു പല രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോഴും അടിസ്ഥാനപരമായി ഒരു രാജ്യസ്നേഹിയായി മാറാനും എന്റെ രാജ്യത്തിനെതിരെ ഉയർന്നു വരുന്ന വിഷയങ്ങൾക്ക് ശക്തമായി സംസാരിക്കാനും ഞാൻ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നിലപാടുകളിൽ നിന്ന് വിഭിന്നമായി എന്റെ നാടിനു വേണ്ടി എന്നെ സംസാരിക്കാൻ ഒരുപക്ഷെ പ്രേരിപ്പിച്ചത് കുട്ടിക്കാലം മുതലേ ഒരുപക്ഷെ കബഡി കളി കണ്ട് ശാഖയിൽ പോയി തുടങ്ങിയതാണെന്നുണ്ടെങ്കിലും ആ ശാഖയിൽ നിന്ന് പഠിച്ച ഭാരത സംസ്കാരത്തോടും ഒരു ഭാരത പൗരൻ എന്ന നിലയിൽ ഞാൻ എന്താകണം, ഈ നാടിനോട് ഞാൻ ഏത് രീതിയിൽ കൂറുള്ളവനാകണം എന്ന ബോധ്യമാകാം. അതുതന്നെയാണ് ഇന്ന് ഈ നാടിനെ നയിക്കത്തക്ക രീതിയിൽ ലോകത്തിന് മുന്നിൽ അഭിമാനകരമാവുന്ന രീതിയിൽ ഒരു പ്രധാനമന്ത്രി ഈ നാട്ടിൽ ഉണ്ടാകുന്നതിനും കാരണം ആ പ്രസ്ഥാനമാകാം. 1925 ഇങ്ങനൊരു പ്രസ്ഥാനം ഇന്ത്യയിൽ ആരംഭിക്കുമ്പോൾ അത് അധികാരത്തിന്റെ ലക്ഷ്യം വെച്ചോ മറ്റൊരു ഉദ്ദേശം വെച്ചോ ആയിരുന്നില്ല എന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാര്യം ഇന്ത്യ സ്വതന്ത്രമാകുന്നത് 47-ലാണ്, ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നത് 1950-ലാണ്. ഈ 1950 ഇന്ത്യ ജനാധിപത്യമായി കഴിഞ്ഞതിനു ശേഷം ഒരു ഭരണഘടന നിലവിൽ വന്നതിനു ശേഷം എന്തുകൊണ്ടാണ് സംഘം അധികാര കേന്ദ്രങ്ങളിലേക്കോ രാഷ്ട്രീയ കാര്യങ്ങളിലേക്കോ ശ്രദ്ധിക്കാതെ സംഘത്തിന്റെ ലക്ഷ്യത്തിൽ മാത്രം ഊന്നു നിന്നത്? ഏത് ഘട്ടത്തിലാണ് RSS രാഷ്ട്രീയത്തിൽ ഇടപെടാൻ തുടങ്ങിയത്? ഇതൊക്കെ തന്നെയാണ് RSSനെ മറ്റെല്ലാ സംഘടനകളിൽ നിന്നും ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു സംഘടനയാക്കി മാറ്റുന്നത്. ഞാനിത് പറയാൻ കാര്യം, ഞാൻ ബിഗ് ബോസ് വിജയത്തിന് ശേഷം കൂടുതൽ ആൾക്കാരിലേക്ക് ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷം എനിക്കെതിരെ ആദ്യമായിട്ട് മീഡിയ 1 ചാനലിലെ 3 പേർ എന്ന് നടത്തുന്ന ഒരു ചർച്ച, എന്റെ പേരിനൊപ്പമുള്ള മാരാർ, അതെന്നിലെ വർഗീയതയാണെന്നും ഞാനൊരു സംഖ്യയാണെന്നും പറഞ്ഞുകൊണ്ട് ആദ്യമായി ഒരുപക്ഷെ കേരളത്തിൽ സർസംഘചാലകം മുതൽ സുദർശൻ ചേട്ടൻ, വത്സൻ ചേട്ടൻ തൊട്ട് താഴോട്ടുള്ളവർ, അല്ലെങ്കിൽ ഇന്ന് സംഘത്തിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന നിങ്ങളെക്കല്ലെല്ലാം കൂടുതൽ കേരളത്തിൽ സംഖ്യവിളിയും ചാണക സംഖ്യവിളിയും ഒക്കെ കേട്ടിട്ടുള്ള ഒരാളാണ് ഞാൻ. അതിന്റെ കാരണം മീഡിയ 1 തുടങ്ങി വെച്ച ഈ എന്നിലെ വർഗീയത എന്ന് പറഞ്ഞു തുടങ്ങിയ വിഷയം, അത് പിന്നീട് പലപ്പോഴും ആദ്യമായിട്ട് ഷംസീറിനെതിരെ ഗണപതി, ഞാനൊരു വലിയ ഗണപതി ഭക്തനാണ്, അപ്പൊ ഗണേശൻ ഗണപതി മിത്താണ് എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ ശക്തമായി പ്രതികരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഞാൻ കേൾക്കേണ്ടി വരുന്നത് സംഖ്യവിളിയാണ്. പിന്നീട് സുരേഷ് ഗോപി ജയിക്കുമെന്ന് ഞാൻ മുൻകൂട്ടി പറയുന്നു. അങ്ങനെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞ് ഞാൻ വീണ്ടും സംഖ്യയാവുന്നു. എമ്പുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയ സമയത്ത് ഗുജറാത്ത് കലാപം ഇന്ത്യ ഒട്ടാകെ പല മനുഷ്യരുടെ ഇടയിൽ വേദനയുണ്ടാക്കിയ കലാപമാണ്. പക്ഷെ ആ സിനിമയിൽ ഒരു ഭാഗത്ത് ഹിന്ദുക്കളെ മാത്രം കുഴപ്പക്കാരാക്കി കാണിക്കുകയും സത്യത്തെ വളച്ചൊടിക്കുകയും ചെയ്തപ്പോൾ ഞാൻ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്കെതിരെ ശക്തമായി പ്രതികരിക്കുന്നു. ഞാൻ സിനിമയിൽ നിൽക്കുന്ന ഒരാളാണ്. മോഹൻലാൽ എന്ന് പറയുന്ന നടൻ എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു മനുഷ്യനാണ്. പൃഥ്വിരാജ് മലയാള സിനിമയിലെ തന്നെ ഇന്ന് അഭിമാനിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ വലിയ വ്യക്തിത്വങ്ങളിൽ ഒരാളാണ്. പക്ഷേ ഈ 2 പേരുടെയും, ഒരാൾ സംവിധായകനായും ഒരാൾ നായകനായും വരുന്ന ഒരു വലിയ സിനിമയ്ക്കെതിരെ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് സിനിമയ്ക്കുള്ളിൽ ഒരു വലിയ പ്രശ്നം നേരിട്ടേക്കാം. അതിനേക്കാളെല്ലാം ഉപരി സത്യത്തെ വളച്ചൊടിക്കുന്ന മാധ്യമ രീതി, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഹിന്ദുവിനെതിരെ പറയുന്നതാണ് മതേതരത്വം എന്ന ഒരു പ്രതിധ്വനി പല ഘട്ടങ്ങളിലും പല രീതിയിലും ഉണ്ടായിട്ടുണ്ട്. മാതാ അമൃതാനന്ദമയ്യെ ഞാൻ പോയി കണ്ടിരുന്നു, പല പ്രാവശ്യം അമ്മയെ ഞാൻ കണ്ടിരുന്നു. അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു ജന്മദിനാശംസകൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തപ്പോഴും ഞാൻ കേൾക്കേണ്ടി വന്നതാണ് ഈ സംഖ്യവിളി. അങ്ങനെ ആവർത്തിച്ച് എന്റെ നാടിനു വേണ്ടി, എന്റെ സംസ്കാരത്തിന് വേണ്ടി, ശരികൾക്ക് വേണ്ടിയൊക്കെ സംസാരിച്ച സമയത്ത് ഞാൻ കേട്ട വിളിയാണ് സംഖി. അങ്ങനെ ഒരിക്കൽ എറണാകുളത്ത് ഒരു ഓൺലൈൻ മാധ്യമങ്ങൾ എന്നോട് ഇങ്ങനെ സംസാരിച്ച സമയത്ത് ഞാൻ അവരോട് തന്നെ ചോദിച്ചു, സത്യത്തിൽ ആരാണ് സംഖി?
RSS പ്രവർത്തിക്കുന്നവരാണോ, അതോ നാടിനു വേണ്ടി സംസാരിക്കുന്നവരാണോ, ഈ നാടിനെ സംരക്ഷിക്കാൻ വേണ്ടി സ്വത്വബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ധർമ്മബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആത്മാഭിമാനത്തോട് സംസാരിക്കുന്ന ഒരു ഹിന്ദുവാണോ സംഖ്യ? നിങ്ങൾ ആരാണ് സംഖ്യ എന്നത് വ്യക്തമാക്കുമെന്ന് ഒരിക്കലും ഞാൻ ചോദിക്കുകയുണ്ടായി. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഹിന്ദു ഏകതാ സമ്മേളനം നടക്കുകയാണ്. പൊതുവെ ഹിന്ദു ഒരുമിച്ചാൽ അപകടമാണ്. ഇതാണ് നാട്ടിൽ നമ്മളെ എല്ലാവരെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മതേതരത്വം. ഞാൻ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഈ നാട്ടിൽ അധികാരത്തിൽ നിന്ന് മാറണമെന്ന് അതിശക്തമായി ആഗ്രഹിക്കുന്നത് കൊണ്ടും പ്രതിപക്ഷ സ്വരത്തിനു വേണ്ടി സംസാരിക്കുന്നത് കൊണ്ടും ഒരു ശക്തമായ പ്രതിപക്ഷമായി മാറാൻ കോൺഗ്രസിന് കഴിയുമെന്നുള്ള പ്രതീക്ഷയിൽ പലപ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരുമായി അടുത്ത സൗഹൃദം പുലർത്തിയിട്ടുള്ള ഒരാളാണ്. പക്ഷെ അവർ പിന്നീട് ഈ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ജയിച്ച സമയത്തും തുടർന്നും ജമാഅത്തെ ഇസ്ലാമി, SDP, പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളുമായി ചേർന്ന് അവരുടെ നയങ്ങൾ വളരെ കൃത്യമായി വ്യക്തമാക്കുമ്പോൾ ഇപ്പുറത്ത് 2020 പോലത്തെ ഒരു പ്രസ്ഥാനം, ഒരു ക്രിസ്ത്യാനിയായ സാബു ജേക്കബ് നയിക്കുന്ന ഡെവലപ്മെന്റ്സ് മാത്രം പറയുന്ന ഒരു പ്രസ്ഥാനത്തെ കൂടെ കൂട്ടാൻ രാജീവ് ചന്ദ്രശേഖരനെ പോലെ പ്രൊഫഷണലും ബിസിനസ് രംഗത്ത് വിജയിച്ചതുമായ ഒരു ടെക്നോക്രാറ്റിനെ സംസ്ഥാന BJPയുടെ പ്രസിഡന്റാക്കി നിർത്തിക്കൊണ്ട് BJP മുന്നോട്ട് വയ്ക്കുന്നത് വർഗീയതയാണെന്ന് പറയുന്ന അവർ ജമാഅത്തെ ഇസ്ലാമിയെയും SDP-യെയും പോപ്പുലർ ഫ്രണ്ടിനെയും ചേർത്ത് നിർത്തിക്കൊണ്ട് മതേതരത്വം പറയുകയാണ്. ആരാണ് ഈ നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നത്? ആരാണ് സത്യത്തിൽ വർഗീയത പറയുന്നത്? ആരുടെ ആവശ്യമാണ് ഇന്നാട്ടിലെ ഹിന്ദു ഒന്നിക്കരുത് എന്നുള്ളത്? ഇന്നാട്ടിലെ ഹിന്ദു ഒന്നിച്ചാൽ എന്ത് അപകടമാണ് ഇവിടെ സംഭവിക്കാൻ പോവുക? ഈ രാജ്യം ഹൈന്ദവ മതേതര ബോധവും ഹൈന്ദവ സംസ്കാരത്തിൽ അഭിമാനിച്ചിട്ടുള്ള ഒരു ജനതയായിരുന്നില്ലേ? ലോകത്തിന്റെ കോണിലുള്ള എല്ലാവരെയും സ്വാഗതം ചെയ്ത ജനതയായിരുന്നില്ലേ? അടിസ്ഥാനപരമായി ഹിന്ദു മതേതരവാദിയല്ലേ? പിന്നെ എന്തിനാണ് ഹിന്ദുവിനോട് നീ മതേതരവാദിയാകാൻ പറയുന്നത്? ഞാൻ ഉൾപ്പെടെ കലാരംഗത്തും മറ്റു രംഗത്തുമുള്ള എല്ലാവർക്കും സംഭവിച്ചിട്ടുള്ള ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നായിരുന്നു ഈ വാക്ക്, ഈ വാദം. അറിഞ്ഞും അറിയാതെയും മതേതരവാദിയാകണമെങ്കിൽ ഹിന്ദുവിനെ തള്ളി പറയണം. നീ മതേതരവാദിയാകണമെങ്കിൽ നീ ജമാഅത്ത് ഇസ്ലാമിയെയും പോപ്പുലർ ഫ്രണ്ടിനെയും ലീഗിനെയും നീ അനുകൂലിക്കണം. ഈ ഒരു കാഴ്ചപ്പാട് ഇവിടെ സൃഷ്ടിച്ച് എതിർത്ത് പറയുന്നവനെ പരമാവധി പരിഹസിച്ച് ഇല്ലാതാക്കുന്ന ഒരു നയമായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി പരമാവധി സംസാരിക്കുമ്പോഴും കോൺഗ്രസുകാർ പോലും വന്നിരുന്നിട്ട് ഇത്തരം വിഷയങ്ങളിൽ, ഞാനൊരു മുസ്ലിമിനെയും തള്ളി പറഞ്ഞിട്ടില്ല, ഞാനൊരു മുസൽമാനും വേദന ഉണ്ടാക്കുന്ന ഒരു വരി പോലും നാളിതുവരെയും പറഞ്ഞിട്ടില്ല, നാളെ തൊട്ട് പറയാനും പോകുന്നില്ല. പക്ഷേ എന്റെ സംസ്കാരത്തിന് വേണ്ടി, എന്റെ മതത്തിന് വേണ്ടിയിട്ട്, എന്റെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് ഞാൻ സംസാരിച്ച ഘട്ടങ്ങളിലൊക്കെ തന്നെ എന്നെ വർഗീയവാദിയാക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ആരാണ്? അടിസ്ഥാനപരമായി ഒരു മതേതരവാദിയായ, എല്ലാ മനുഷ്യരെയും തുല്യരായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുവനെ തുടർച്ചയായി ആക്ഷേപിക്കുന്നതിലൂടെ എന്താണ് ഇവർ ഉദ്ദേശിച്ചിരുന്നത്? എല്ലാവരും തിരിച്ചറിയേണ്ട യാഥാർത്ഥ്യമാണ്. നമ്മൾ ഒന്നായിരിക്കുമ്പോൾ മാത്രമേ നമ്മുടെ സ്വത്വബോധം ഉണർന്നു പ്രവർത്തിക്കുകയുള്ളൂ. നാം ഒന്നായിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ നാടിനു വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റൂ. പല ജാതിയിലും പല രീതിയിലും വളർന്നു വന്നവരാണ് നമ്മളൊക്കെ. അപ്പൊ നമ്മളെ ജാതീയമായിട്ട് ഭിന്നിപ്പിക്കാനാണ് ഇവരുടെ ശ്രമം. ഞാൻ പറഞ്ഞു, വലിയ പുരോഗമന ആശയം ഉയർത്തിപ്പിടിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നാളിതുവരെ ഒരു നിയമസഭാ സീറ്റിൽ ഒരു ദളിതനെ നിർത്തിയിട്ട് നിങ്ങളുടെ നായരോട് പറ, നിങ്ങളുടെ നായർ കമ്മ്യൂണിസ്റ്റിനോട് പറ ഈ ദളിതൻ ഔട്ട് ചെയ്യാൻ. ചരിത്രമില്ല, അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല. 1957 അധികാരം കിട്ടിയ കാലം മുതൽ ഈ നിമിഷം വരെ ദളിത് സമൂഹത്തെ അടിമകളാക്കി ഓരോ തെരഞ്ഞെടുപ്പിലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. അങ്ങനെ മനുഷ്യനെ ജാതീയമായി ഭിന്നിപ്പിച്ചു നിർത്തിയാൽ മാത്രമേ ഞങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമാണ് ഹിന്ദുവിനെ വിഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും മുൻകൈ എടുത്തിട്ടുള്ളത്. അടിസ്ഥാനപരമായി നാം ഭാരതീയനാണെന്ന് ചിന്തിക്കുക, നാം ഹൈന്ദവ ബോധത്തിലുള്ളവനാണെന്ന് ചിന്തിക്കുക, ഹൈന്ദവൻ എന്നാൽ മതേതരവാദിയാണെന്ന് ചിന്തിക്കുക. അതിനുശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ജാതിയെക്കുറിച്ച് ചിന്തിക്കുക. കാരണം ഞാനിത് പറയുമ്പോൾ അഖിൽ മാരാർ എന്ന് പേരിട്ട ഒരു ന്യൂമറോളജി പ്രകാരമാണെന്നും പേരിനൊപ്പമുള്ള മാരാർ ജാതിയല്ല, ഞാൻ മനുഷ്യനാണെന്നും ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിലെ ജാതീയതയല്ല മാരാർ.
ഒരു സിനിമ എടുത്ത സമയത്ത് ഞാൻ എന്റെ പല പേരുകൾ പരീക്ഷിച്ചപ്പോൾ എന്റെ നിർമ്മാതാവും അതിൽ അഭിനയിച്ച നായകൻ ഉൾപ്പെടെ നീ ഒന്ന് പേര് മാറ്റി നോക്ക് എന്ന് പറഞ്ഞ സമയത്ത് മാറ്റിയ വെറും പേര് മാത്രമാണ് എന്റെ പേരിനൊപ്പമുള്ള ജാതി എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളെ ജാതീയമായി വിഘടിപ്പിച്ച് രാഷ്ട്രീയ നേട്ടം കൈവരിക്കാൻ നിൽക്കുന്നവരെ തിരിച്ചറിയുക. നമ്മൾ വിഘടിച്ചു നിന്നാൽ അതിലൂടെ നേട്ടം കൊയ്യാൻ ശ്രമിക്കുന്നവരെ നിങ്ങൾ തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ തമാശ രൂപേണയാണെങ്കിലും അല്ലെങ്കിലും ആ വാക്കിനൊരു വലിയ അർത്ഥമുണ്ട്. ഒരുപക്ഷെ RSS കൂടി ഈ രാജ്യത്തില്ലായിരുന്നെങ്കിൽ എന്തായി തീർന്നേനെ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്നത് ഒരുപാട് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാവുന്ന യാഥാർത്ഥ്യങ്ങളാണ്. കാരണം ഭാരതത്തിനൊപ്പം ഒന്നും പ്രതീക്ഷിക്കാതെ, എനിക്ക് പലപ്പോഴും ഇവരൊരു അത്ഭുതമാണ്. ഞാനത് വത്സം മാഷിനോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നെ വത്സം മാഷ് ഒരു പ്രോഗ്രാമിന് അതിഥിയായിട്ട് ഞാൻ വിളിച്ച സമയത്ത് ഞാൻ വത്സം മാഷിനോട് ഇത് പറഞ്ഞിട്ടുണ്ട്. ഒരു 1970 കാലഘട്ടത്തിൽ ഒരുപക്ഷെ എന്റെ മുന്നിൽ ആ ഒരു കാലഘട്ടത്തിൽ പ്രവർത്തിച്ച പലരും ഇരിക്കുന്നുണ്ടാകാം. നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാണ് നിങ്ങളുടെ ജീവൻ ഇല്ലാതാകും എന്ന തിരിച്ചറിവിൽ അധികാരമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ പോരാടി ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലാതെ നിങ്ങൾ അറിഞ്ഞോ ഇവിടെ ഒരു നരേന്ദ്രമോദി ജനിക്കുമെന്നും ഈ രാജ്യം ഒരിക്കൽ ഞങ്ങളെല്ലാം ഭരിക്കുമെന്നും? ഇല്ല, പ്രതീക്ഷിച്ചില്ല. എന്റെ അറിവിൽ അങ്ങനെ ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ നിസ്വാർത്ഥമായി സ്വയം സേവകൻ ആ വാക്കിന് പൂർണ്ണ അർത്ഥം കൊടുത്തുകൊണ്ട് നിസ്വാർത്ഥതയോടുകൂടി തന്നെ ഒന്നും പ്രതീക്ഷിക്കാതെ, ഇന്നും ആരും ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലെ വന്ന് കയറി അഖിൽ മാരാറെ സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി പറഞ്ഞാൽ ആ അഖിൽ മാരാർക്ക് വേണ്ടി പണിയെടുക്കാൻ തയ്യാറാണ്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റായി വരുമ്പോ മുന്നിൽ നിന്ന് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ സംഘമുണ്ട്. കുറെ നാളുകൾക്ക് മുമ്പ് മാത്രം ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗമായ നിർമ്മല സീതാരാമനെ പോലെ ഒരാൾ രാജ്യത്തിന്റെ ധനകാര്യമന്ത്രിയാകുമ്പോ അവർക്ക് വേണ്ട എല്ലാ പിന്തുണയും കൊടുക്കാൻ സംഘത്തിൽ പ്രവർത്തിച്ച 50 വർഷവും 60 വർഷവും സംഘവയസ്സുള്ള മനുഷ്യരുണ്ട്. പുതുതായി വന്ന ഓരോരുത്തരുടെയും കഴിവുകളെ തിരിച്ചറിഞ്ഞ് അവർ ഈ നാടിന് പ്രയോജനപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പിന്നിൽ നിന്ന് ചെയ്തുകൊണ്ട് യാതൊരു പരാതിയോ യാതൊരു പരിഭവമോ പറയാതെ പൂർണ്ണ മനസ്സോടുകൂടി എങ്ങനെയാണ് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നതെന്ന് ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. സത്യം, ഇക്കാര്യത്തിൽ പല സംഘപ്രവർത്തകരും എനിക്കൊരു മഹാത്ഭുതമാണ്. കാര്യം ഞാൻ രാഷ്ട്രീയമായി കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത് കോൺഗ്രസിലാണ്. അതുകൊണ്ട് തന്നെ അധികാരത്തിനും അല്ലെങ്കിൽ അതിന് താഴെ തൊട്ടൊരു പഞ്ചായത്ത് മെമ്പർ മുതൽ അങ്ങ് AICC പ്രസിഡന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആവുന്ന ആൾക്കാർക്ക് വരെയുള്ള അനാവശ്യ അധികാരക്കൊതി, ഒരിക്കലും മാറിക്കൊടുക്കാൻ കഴിയാത്ത അധികാരക്കൊതി. അതേസമയം 80ാമത്തെ അത് ഏറ്റവും പരമോന്നത ഉദാഹരണമാണ് നമ്മുടെ പരമേശ്വർജി. അപ്പോൾ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാകാൻ വേണ്ടി പണ്ട് ക്ഷണിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞത് എന്നെ ആ തൊഴുമ്പിലേക്ക് ക്ഷണിക്കരുത് എന്നുള്ളതാണ്. അപ്പൊ അതിനേക്കാളെല്ലാം ഉപരി ഈ രാജ്യസേവനം, നാടിനു വേണ്ടി പ്രവർത്തിക്കുക, തന്റെ സമാജത്തിന് വേണ്ടി പ്രവർത്തിക്കുക, തന്റെ കർമ്മം എന്താണെന്ന് കൃത്യമായ ബോധ്യത്തോടു കൂടിയിട്ട് മുഴുവൻ സമയം അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ചവരെ നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്നും പ്രണാമം അർപ്പിക്കുകയാണ്. അപ്പൊ ഈ ഒരു വേദിയിൽ ഞാനിവിടെ വന്ന് ഒരുപാട് സംസാരിച്ചാൽ അതൊരു പക്ഷേ ഒരു വിശിഷ്ടാതിഥിയുടെ പ്രസംഗത്തെക്കാൾ കൂടുതൽ ഒരു മുഖ്യ പ്രഭാഷകന്റെ പ്രസംഗമായി മാറാൻ സാധ്യതയുണ്ട്. രണ്ടായാലും ഞാൻ കുറേ സംസാരിക്കണമെന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നു. കുറേയൊക്കെ ഞാൻ മറന്നുപോയി. ഓർത്താൽ ഞാൻ ഇനി ഒരിക്കൽ വരുമ്പം പ്രസംഗിക്കാം. എന്നിരുന്നാലും ഈ ഒരു അവസരത്തിൽ ഇപ്പോൾ ഇവിടെ കൂടിയിട്ടുള്ള ഓരോ ജനതയും ഈ നാട്ടിൽ മാറ്റമുണ്ടാക്കാൻ കൂടി ചിന്തിച്ചു തുടങ്ങുക. മാറ്റമുണ്ടാക്കാൻ കഴിയാവുന്നത് ഈ കൈവിരലിന്റെ ചൂണ്ടുവിരലിലാണ്. ആത്മാർത്ഥമായി തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ സമീപിക്കാൻ കഴിയുക. ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ ചൂണ്ടുവിരലിന്റെ ശക്തി കേരളം തിരിച്ചറിയട്ടെ. കൃത്യമായ ബോധ്യത്തോടു കൂടിയിട്ട് ഈ നാടിനെ നയിക്കാൻ ശേഷിയുള്ളവരെ തിരഞ്ഞെടുക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ച കൊടുവായൂരിലെ സംഘത്തിന്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും, സേവാഭാരതിക്കും, വിശ്വഹിന്ദു പരിഷത്തിന്റെ ചുമതലയുള്ളവർക്കും, ഇവിടുത്തെ മറ്റ് ഇതര ഭാരവാഹികൾക്കും, ഇവിടെ പങ്കെടുത്തവർക്കും, വരാൻ കഴിയാതിരുന്നവർക്കും, മാറി നിന്നവർക്കും, ഈ നാട്ടുകാർക്കും എല്ലാവർക്കും 1000 സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. ഭാരത് മാതാ കി ജയ്.